പത്തനംതിട്ട റാന്നിയുടെ വികസനത്തിനായി NRI നിക്ഷേപ സംഗമം നടത്തി റാന്നി മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കുമെന്ന് MLA അഡ്വക്കേറ്റ് പഴക്കുളം മധു. ജില്ലയ്ക്ക് ഒരു മന്ത്രി ആവശ്യമാണെന്നും 5 വർഷത്തിനുള്ളിൽ അത് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തൊഴിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനം പോലും റാന്നിയിലില്ല. അതൊക്കെ പരിഹരിക്കണം. ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. മുഖ്യമന്ത്രിയെ കാണും, ഈ കാര്യങ്ങളെല്ലാം പറയും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടത്. പ്രത്യേകിച്ച് റാന്നി മണ്ഡലത്തിൽ കഴിഞ്ഞ 30 വർഷമായി LDFന്റെ കുത്തകയായിരുന്ന മണ്ഡലമാണ് അഡ്വക്കേറ്റ് പഴകുളം മധുവിലൂടെ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് റാന്നിയുടെ MLA കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പഴകുളം മധുവാണ്. മധു, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുള്ളൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് ലോകം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ശബരിമല ഉൾപ്പെടെ എന്നുള്ള മണ്ഡലമാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വരുന്ന 5 വർഷങ്ങളിൽ? അല്ല, റാന്നിയുടെ വികസനം സംബന്ധിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ 30 വർഷക്കാലമായി റാന്നി ഏറ്റവും അവഗണിക്കപ്പെട്ടൊരു പ്രദേശമാണ്. റാന്നിക്ക് ഏറ്റവും അർഹമായ കാര്യങ്ങൾ പോലും ഇവിടെ കിട്ടിയിട്ടില്ല. അടിസ്ഥാന സൗകര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കുടിവെള്ളക്ഷാമം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ റാന്നിക്കുണ്ട്. ഓരോരോ പ്രശ്നങ്ങളും സമയബന്ധിതമായും കൃത്യമായും പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാൻ റാന്നിയെ സംബന്ധിച്ച് എൻ്റെ കയ്യിലുണ്ട്. അത് മന്ത്രിമാർ ഓരോരുത്തരും ചുമതലയേൽക്കുമ്പോൾ അതാത് ഡിപ്പാർട്ട്മെന്റ് മന്ത്രിമാരെ കണ്ട് അവർക്ക് നിവേദന രൂപത്തിൽ കൊടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികൾ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. അവിടെ പട്ടയം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വന്യജീവിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ പ്രവാസി മലയാളികൾ, ഈ കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും MLA എന്നുള്ള ശ്രദ്ധ? പട്ടയ പ്രശ്നം, വന്യമൃഗശല്യം, ഇവ രണ്ടും റാന്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. പിന്നെ മരം മുറിക്കുക. സ്വന്തം വീട്ടുമുറ്റത്ത് നട്ടു വളർത്തിയ ഒരു മരവും മുറിക്കാൻ പോലും അവർക്ക് അനുവാദമില്ലാത്ത തരത്തിലുള്ള ഏറ്റവും പ്രതിഷേധാർഹമായ ചില കുരുക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കണം. റാന്നിയിലെ വലിയ പാലം 3 തവണ ഉദ്ഘാടനം കഴിഞ്ഞാണ്, ഇതുവരെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. അത് പൂർത്തീകരിക്കണം. ബസ് സ്റ്റാൻഡ്, കുടിവെള്ളമാണ് റാന്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങൾ ഓരോന്നും. പിന്നെ ശബരിമലയുമായി ഒരു കേന്ദ്രമാണ് റാന്നി എന്ന് പറയുന്നത്. ക്ഷേത്രം നിലനിൽക്കുന്ന റാന്നിയിലാണ്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട റോഡുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പാലങ്ങളുടെ നിർമ്മാണം, അവിടെ പിൽഗ്രിം സെന്റർ നിർമ്മാണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇവ ഓരോന്നും ഏറ്റവും ബേണിംഗ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. ഓരോന്നും പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകും. എൻ്റെ ഭാഗത്തു നിന്ന് അതിന് ശക്തമായ നടപടി ഉണ്ടാകും. മന്ത്രിമാരോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടും. ഉദ്യോഗസ്ഥന്മാരുടെ യോഗം, ഓരോ ഡിപ്പാർട്ട്മെന്റ് തല യോഗങ്ങൾ ഉടൻ തന്നെ, സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രസിഡന്റുമാരുടെ 2 പേരെ ചേർത്തുള്ള യോഗങ്ങൾ നടക്കും. ആ യോഗങ്ങളിൽ ഒരു വിശകലനം ഉണ്ടാകും, റിവ്യൂ നടത്തും. എന്നിട്ട് ഓരോ പദ്ധതിക്കും, ഓരോ പ്രോജക്റ്റിനും എന്താണ് തടസ്സം, എന്താണ് ഇനി നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടത് എന്നാൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ്. അടുത്ത വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. കഴിഞ്ഞ LDFന്റെയും UDFന്റെയും കാലത്ത്, BSന്റെ കാലത്ത് മാത്തുറ്റി തോമസ് മന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് അടൂർ പ്രകാശ് ആയിരുന്നു. ഇപ്പോൾ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആയിരുന്നു. ഈ മന്ത്രിസഭയിൽ പത്തനംതിട്ടയിൽ നിന്ന് ഒരു മന്ത്രി വേണ്ടേ ജില്ലയിൽ നിന്ന്? അല്ല, പത്തനംതിട്ടയ്ക്ക് മന്ത്രി ആവശ്യമായിരുന്നു, ഉണ്ടാകേണ്ടതാണ്. അതെന്ന് വെച്ചാൽ ഏതെങ്കിലും വ്യക്തികൾക്ക് മന്ത്രിയാകാൻ വേണ്ടിയല്ല. നമ്മുടെ ജില്ലയുടെ ഒരു പൊതുവായ ആവശ്യം, വികസന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പോയി പറയാനും അവർക്ക് തന്നെ ബോധ്യപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെ പത്തനംതിട്ടയ്ക്ക് ഒരു മന്ത്രിയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 4 MLAമാർ ജയിച്ചു വന്ന സ്ഥിതിക്ക്. അല്ല, അത് എല്ലായിടത്തും MLAമാർ ജയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ കഴിഞ്ഞ ടൈമിൽ ഈ 5 മണ്ഡലങ്ങളും LDFന്റെ കയ്യിലായിരുന്നു. അവിടെ നിന്നാണ് തിരിച്ചു പിടിച്ച് ഈ UDFിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായി പത്തനംതിട്ട ജില്ല LDFനൊപ്പം നിന്നൊരു ജില്ലയാണ്. ആ ജില്ല തിരിച്ചു വന്നപ്പം ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, സത്യമാണ്. ജനങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയും ഉണ്ടായിരുന്നു, സത്യമാണ്. അപ്പൊ ആ പ്രതീക്ഷ നിറവേറിയില്ല. ഇനി അവസരമുണ്ടല്ലോ, തീർച്ചയായിട്ടും സമയമുണ്ട്, കാലമുണ്ട്. അപ്പൊ ഇപ്പോ UDFും കോൺഗ്രസും ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് മന്ത്രിമാരെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് തീരുമാനം എടുക്കുന്നവർക്ക് ചില പരിമിതികളുമുണ്ട്. 2 നമ്മൾ പരിശോധിക്കണം. ഞാൻ ജില്ലക്കാരൻ എന്നുള്ള നിലയിൽ ജില്ലയ്ക്ക് ഒരു മന്ത്രി വേണമായിരുന്നു നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ റാന്നിയെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ പ്രവാസികളെയും പിന്നെ ചെറുപ്പക്കാരെയും ഒക്കെ, മലയോര മേഖലയാണ്, അവരെ കൂടെ മുൻനിർത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പ്രവാസികളേറെ ഉള്ള ഒരു ജില്ല, ഒരു അസംബ്ലി മണ്ഡലമാണ് റാന്നി. പക്ഷെ അവരെ ടാപ്പ് ചെയ്യുന്നതിന്, അവരുടെ
സന്നദ്ധതയെ ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു ശ്രമവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഒരു NRI മീറ്റ് റാന്നിക്ക് വേണ്ടി സംഘടിപ്പിക്കുക. റാന്നിയിൽ മുതൽ മുടക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാ വകുപ്പുകളുടെയും സംയോജനത്തിലൂടെ ആവശ്യമായിട്ടുള്ള സഹായം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിക്ഷേപ സൗഹൃദ പ്രദേശമാക്കി റാന്നിയെ മാറ്റുക. റാന്നിക്ക് ധാരാളം നല്ല പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. അത് അവരുമായി ഞാൻ ഷെയർ ചെയ്യും. അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കും. ചെറുപ്പക്കാർക്കും ഒരു തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭവുമില്ല. ഞാൻ റാന്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, റാന്നിയിലെ ഒരു തൊഴിൽ കിട്ടുന്ന ഒന്നുമില്ലെന്നുള്ളതാണ്. തൊഴിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനം പോലും റാന്നിയിലില്ല. അതൊക്കെ പരിഹരിക്കണം. ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. മുഖ്യമന്ത്രിയെ കാണും, ഈ കാര്യങ്ങളെല്ലാം പറയും. റാന്നിയുടെ പിന്നോക്കാവസ്ഥ, കേരളത്തിലെ 140 മണ്ഡലങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ ഏറ്റവും പിന്നോക്കം റാന്നിയാണ്. ഒന്നുമില്ലാത്ത പ്രദേശം റാന്നിയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി പിച്ച വെച്ച് നടക്കാനുണ്ട്. അതിനുവേണ്ടി MLA എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ട്. എല്ലാവരെയും കാണും. അങ്ങനെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ റാന്നിയിലെ വികസന സാധ്യതകൾ എന്നുള്ള ഒരു സെമിനാർ നടത്തിക്കൊണ്ടാണ് വോട്ടർമാരെ അഡ്വക്കേറ്റ് പഴകുളം മധു സമീപിച്ചത്. ആ വികസന സെമിനാറോട് ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്നാണ് വരുന്ന 5 വർഷങ്ങളിൽ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.